അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു മിക്സിയിലെ ചെറിയ ജാറിലേക്ക് ഒരു കൈപ്പിടി നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില ഇടാം. അതുപോലെ തന്നെ ഒരു കൈപ്പിടി അളവിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എടുത്താൽ മതി. 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ ചാട്ട് മസാല ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് ലാസ്റ്റിൽ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 5 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ട് അതിന്റെ തൊലി മാറ്റി ഗ്രേറ്ററിൽ വെച്ചിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഗ്രേറ്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കുകയോ ചെയ്യാം. മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ചാട്ട് മസാലയാണ്. 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഉപ്പ് നോക്കിയിട്ട് ലാസ്റ്റിൽ കുറവുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചെടുത്തതാണ്. അധികം എരിവില്ലാത്ത 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2ഓ 3ഓ ഒക്കെ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ക്യാപ്സിക്കം ഒഴിവാക്കാം. ഇനി ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൈവച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു. ഇപ്പൊ ഞാൻ 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിന്റെ 4 വശമുള്ള ബ്രൗൺ ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ബ്രെഡിന്റെ ബ്രൗൺ ഭാഗം കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമൊന്നുമില്ല. ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഇനി ഇതിൽ നിന്നും ഒരു ബ്രെഡ് എടുക്കാം. ഇപ്പൊ ഞാൻ ഒരു ബ്രെഡ് എടുത്തു. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. കനം കുറച്ച് പരത്തിയെടുക്കുക. ഇപ്പൊ ബ്രെഡ് കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ കനം കുറച്ച് പരത്തിയെടുക്കാം. അപ്പോൾ ബ്രെഡൊക്കെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വേണ്ടത് പുഴുങ്ങിയെടുത്ത മുട്ടയാണ്. ഞാനിപ്പോൾ 5 കോഴിമുട്ടയാണ് പുഴുങ്ങിയെടുത്തിട്ട് അത് 2ആയിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇപ്പം ഞാൻ പരത്തിയെടുത്ത ഒരു ബ്രെഡ് എടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച ചട്നി 1 ടീസ്പൂൺ ബ്രെഡിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. പിന്നെ ബ്രെഡ് പരത്തിയെടുക്കാൻ പറ്റുന്നില്ല, പൊടിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇഡലി ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് ആവി കയറ്റിയെടുക്കുക. ഒരുപാടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ ഒന്ന് ചട്നി ഒന്ന് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം. ഈ ഒരു പകുതി ഭാഗത്താണ് ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുന്നത്. കോണായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പകുതി ഭാഗം മാത്രമേ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് വെച്ച് കൊടുക്കുന്നുള്ളൂ. കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക, ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്താണ് നമ്മൾ മുട്ട പുഴുങ്ങിയത് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ കമഴ്ത്തി വെച്ച് കൊടുക്കാം. ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഫില്ലിങ്ങിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക, ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ എല്ലാ വശവും ഒട്ടിച്ചു കൊടുക്കുക. ചെറുതായിട്ട് മുറിഞ്ഞു പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കുക. അടുത്തതായിട്ട് എടുത്തിട്ടുള്ളത് കോൺഫ്ലെക്സ് ആണ്. കോൺഫ്ലെക്സ് കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക.
അല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്താലും മതി. കോൺഫ്ലെക്സിന് പകരമായിട്ട് നമ്മുടെ ബ്രെഡിന്റെ വശം അരിഞ്ഞെടുത്തില്ലേ, ബ്രെഡ് ക്രംസ് ബ്രൗൺ ഭാഗം, അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ച് അത് എടുത്താലും മതി. കോൺഫ്ലെക്സ് ഒക്കെ കൈ കൊണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. കോട്ടിംഗ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല, ഒരുപാട് അങ്ങ് ലൂസായി പോവാനും പാടില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കട്ടിക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചില്ലേ, ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ഡിപ്പ് ചെയ്യാം. ഇനി ഇത് നമ്മൾ കോൺഫ്ലെക്സിലിട്ട് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഭാഗത്തും ഒന്ന് കോട്ട് ചെയ്യാം. ഇനി നമ്മൾ കോൺഫ്ലെക്സിലിട്ട് കോട്ട് ചെയ്ത ഓരോന്നും ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് വലിപ്പത്തിലല്ലേ ഇതുള്ളത്, കുറച്ചായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു വശം നല്ലൊരു ഗോൾഡൻ നിറം ആവുന്ന സമയത്ത് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ചെറിയൊരു ബ്രൗൺ നിറം ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെക്കുക. ഒരു വശം മൊരിഞ്ഞ് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കാം. വശവും ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. 2 വശവും നല്ലതുപോലെ മൊരിഞ്ഞ് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒരെണ്ണം കഴിച്ചാൽ മതി വയറ് നിറയാൻ വേണ്ടിയിട്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അതിലെ പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്